എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഡിഗ്രി പ്രവേശനത്തിനുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് മറ്റന്നാൾ പ്രസിദ്ധീകരിക്കും. അപ്പോൾ എങ്ങനെയാണ് റിസൾട്ട് ചെക്ക് ചെയ്യുക, ടെമ്പററി ഓർ പെർമനൻറ്റ് അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുക, വിശദമായ വാർത്തയിലേക്ക് പോകുന്നതിന് മുമ്പായി ആദ്യമായിട്ട് ഈ ചാനൽ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായും മറക്കണ്ട ഇപ്പോൾ തന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കൂടെ പറയാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. സബ്സ്ക്രൈബ് ചെയ്തിരുമ്പോൾ നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യാനും വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുകയാണെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ ചെയ്യാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് വന്നിരുമ്പോൾ നമ്മുടെ ചാനലിൽ വീഡിയോ കാണുന്ന 100 വിദ്യാർത്ഥികൾ വീഡിയോ കാണുമ്പോൾ 10 പേർ പോലും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല. പ്രിയ വിദ്യാർത്ഥികളെ അങ്ങനെ അവരെ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക, നോട്ടിഫിക്കേഷൻ ബെല്ലുകളിലെ ഓൾ ഓപ്ഷൻ എനേബിൾ ചെയ്യുക. വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്രദമാകുവാനും തീർച്ചയായും ലൈക്ക് ചെയ്യാനും സുഹൃത്തുക്കളിലേക്ക് ഷെയർ എത്തിക്കാനോട് പ്രത്യേകം ശ്രദ്ധിക്കുക. അപ്പോൾ നമുക്ക് നേരെ ഈ വീഡിയോയിലേക്ക് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതായത് കാലിക്കറ്റ് സർവകലാശാല ഡിഗ്രി പ്രവേശനത്തിലേക്കുള്ള സെക്കൻഡ് അലോട്ട്മെൻറ്റ് മറ്റന്നാൾ 27-ാം തീയതി പ്രസിദ്ധീകരിക്കും എന്ന് അഡ്മിഷൻ ഷെഡ്യൂൾ നിങ്ങൾക്ക് പരിശോധിച്ചാൽ മനസ്സിലാവും. നിങ്ങൾക്ക് യൂണിവേഴ്സിറ്റിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ കയറി കഴിഞ്ഞാൽ അഡ്മിഷൻ ഷെഡ്യൂൾ അതിൽ ലഭ്യമാണ്. അപ്പോൾ അഡ്മിഷൻ ഷെഡ്യൂൾ നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതിൽ കാണുന്ന ഡേറ്റ് എന്ന് പറയുന്നത് 27 ജൂൺ എന്നായിരിക്കും. അപ്പോൾ നിങ്ങളൊരു കാര്യം മനസ്സിലാക്കേണ്ടത്, ചിലപ്പോൾ അത് നാളത്തോടു കൂടി തന്നെ, ചിലപ്പോൾ 100% ഉറപ്പ് പറയുന്നില്ല, നാളത്തോടു കൂടി തന്നെ ചിലപ്പോൾ സെക്കൻഡ് അലോട്ട്മെൻറ്റ് വന്നേക്കാം. അതിന് കാരണം എന്ന് പറയുന്നത്, നിങ്ങൾ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ കണ്ടതാണ്, പറഞ്ഞതിലും നാളെ വരുമെന്ന് പറഞ്ഞെങ്കിൽ അത് ഇന്ന് രാത്രിയോടെ കൂടി തന്നെ അതിൻ്റെ റിസൾട്ട് വന്നിരുന്നു. ഫസ്റ്റ് അലോട്ട്മെൻറ്റ്, കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ ഫസ്റ്റ് അലോട്ട്മെൻറ്റ് അങ്ങനെ വന്നിരുന്നു. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ചിലപ്പോൾ, ഉറപ്പൊന്നും പറയുന്നില്ല, ചിലപ്പോൾ എന്ത് ചെയ്തേക്കാം, നാളെ വൈകുന്നേരത്തോടെയൊക്കെ വരാനുള്ള സാധ്യത വളരെ കൂടുതലാണ്. കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ നിങ്ങളത് കണ്ടതുമാണ്. അതുകൊണ്ട് തന്നെ ഞാനത് ചുമ്മാ പറയുന്നത് നിങ്ങൾക്ക് മനസ്സിലാവില്ല. ചുമ്മാ പറയുന്നത് ഒന്നുമല്ല, കാരണം ഫസ്റ്റ് അലോട്ട്മെൻറ്റ് വന്നപ്പോൾ നിങ്ങൾ കണ്ട കാര്യമാണ്, പറഞ്ഞതിലും ഒരു ദിവസം നേരത്തെ. കാരണം എനിക്കെന്താ പറയാൻ കാരണം, അന്നത്തെ ദിവസം ഞാൻ നാളെ പ്രസിദ്ധീകരിക്കുമെന്ന് പറഞ്ഞായിരുന്നു വീഡിയോ ചെയ്തത്. പക്ഷേ ഇന്ന് വൈകിട്ട് ഇന്ന് വീഡിയോ ഇട്ടെന്ന് കരുതി നാളെ പ്രസിദ്ധീകരിക്കുമെന്ന്. പക്ഷേ എന്ത് ചെയ്തു, ഇന്ന് വൈകിട്ട് തന്നെ റിസൾട്ട് വന്നു. അത് ഞാൻ പറ്റിച്ചുകൊണ്ടിട്ട വീഡിയോ അല്ല, കാരണം അഡ്മിഷൻ ഷെഡ്യൂളിൽ പറയുന്ന ഡേറ്റ് നാളെ തന്നെയായിരുന്നു. പക്ഷേ അവർ നേരത്തെ റിസൾട്ട് പ്രസിദ്ധീകരിച്ചു. അപ്പോൾ ഈ അഡ്മിഷൻ ഷെഡ്യൂൾ പ്രകാരം റിസൾട്ട് മറ്റന്നാൾ വരുമെന്നാണെങ്കിലും വിദ്യാർത്ഥികൾക്ക് എന്ത് ചെയ്യാം, ചിലപ്പോൾ നാളെ വൈകുന്നേരത്തോടൊക്കെ കൂടി തന്നെ റിസൾട്ട് പ്രതീക്ഷിക്കാം. അല്ലെങ്കിൽ മറ്റന്നാൾ എന്തായാലും തന്നെ റിസൾട്ട് വന്നിരിക്കും, സെക്കൻഡ് അലോട്ട്മെൻറ്റ്. അങ്ങനെ എപ്പോൾ റിസൾട്ട് വന്നാലും നിങ്ങൾക്ക് ആദ്യം തന്നെ അറിയാൻ ഇപ്പോൾ തന്നെ ഈ ചാനലിൽ ഒരു പ്രീമിയർ വീഡിയോ ഓൾറെഡി അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. റിസൾട്ട് പ്രസിദ്ധീകരിച്ചു, അഡ്മിഷൻ എങ്ങനെയാണ്, റിസൾട്ട് എങ്ങനെ പരിശോധിക്കാം, പെർമനൻറ്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എങ്ങനെയാണ് നടക്കേണ്ടതെന്ന് ഒക്കെയുള്ള ഒരു ഡീറ്റെയിൽഡ് വീഡിയോ നമ്മുടെ പ്രീമിയറായിട്ട് അപ്ലോഡ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ഓൺ ചെയ്ത് വെച്ചാൽ മതിയാകും. അപ്പോൾ റിസൾട്ട് എങ്ങനെയാണ് ചെക്ക് ചെയ്യാൻ നോക്കാം. കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി, അതായത് കാലിക്കറ്റ് സർവകലാശാലയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റിൽ പ്രവേശിച്ച ശേഷം FYUG CAP 2024 എന്ന ലിങ്ക് കാണാൻ സാധിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക, ആപ്ലിക്കേഷൻ ID പാസ്വേഡ് നൽകി ലോഗിൻ ചെയ്യുക. കൺഗ്രാജുലേഷൻ, യു ഹാവ് ഗോട്ട് അലോട്ട്മെൻറ്റ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചു. സോറി, യു ഹാവ് നോ അലോട്ട്മെൻറ്റ്, വെയിറ്റ് ഫോർ നെക്സ്റ്റ് അലോട്ട്മെൻറ്റ് കാണിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല. അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ എന്തായാലും എന്ത് ചെയ്യണം, അഡ്മിഷനായി ഹാജരാകേണ്ടതായിരിക്കും. നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലഭിച്ച് സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ഉയർന്ന ഓപ്ഷൻ ലഭിക്കുന്ന ഒരു വിദ്യാർത്ഥിയാണെങ്കിലും, ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിലും നിങ്ങൾക്കെല്ലാം എന്ത് ചെയ്യും, അലോട്ട്മെൻറ്റ് മെമ്മോ കിട്ടുന്നതായിരിക്കും. അപ്പോൾ അലോട്ട്മെൻറ്റ് മെമ്മോ എന്താണെന്നുള്ള വീഡിയോ നമ്മൾ ഓൾറെഡി മുന്നേ ചെയ്തിട്ടുണ്ട്. നിങ്ങൾക്ക് കണ്ടു നോക്കിയാൽ മനസ്സിലാവും. ഒരു 3-4 മണിക്കൂർ മുമ്പ്, ഒരു രാത്രി 2:30 ഒരു 4 മണിയോടൊക്കെ കൂടി തന്നെ എന്തായാലും ഒരു വീഡിയോ നമ്മുടെ ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട്, അലോട്ട്മെൻറ്റ് മെമ്മോ എന്താണ്, ഒരു പുലർച്ചെ 4 മണിക്ക്. അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, നോക്കിയാൽ മനസ്സിലാവുന്നതാണ്. അല്ലെങ്കിൽ ആ റിസൾട്ട് വന്നതിന് ശേഷം വീണ്ടും അതൊരു വീഡിയോ ആക്കി ഇട്ടേക്കാം. എനിക്കതിലൊന്നും ഒരു മടിയില്ല കേട്ടോ. നിങ്ങൾ എന്താണ്, കൂടുതൽ വിദ്യാർത്ഥികൾ കാണുകയും സബ്സ്ക്രൈബേഴ്സും ഒക്കെ എനിക്ക് കൂടുകയാണെങ്കിൽ എനിക്ക് വീഡിയോ ആക്കുന്നതിന് ഒരു മടിയില്ല. എനിക്ക് എൻ്റെ ചാനലിൽ പെർമനൻറ്റ് വീഡിയോ എന്ന് പറയുന്നത് മാക്സിമം 100 വ്യൂസാണ്. 100 വ്യൂസ് കിട്ടുന്ന എല്ലാ വീഡിയോസും ഞാൻ എൻ്റെ ചാനലിൽ പെർമനൻറ്റ് വീഡിയോസ് ആക്കി മാറ്റും, സ്ഥിര വീഡിയോ ആക്കി മാറ്റും. അല്ലാത്ത വീഡിയോയിലെ മാത്രമേ ഞാൻ പിൻവലിക്കാറുള്ളൂ കുറച്ച് ദിവസം കഴിയുമ്പം. അപ്പോൾ അതിൽ അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യുക, നിങ്ങൾക്ക് ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റ്, ഇനി പെർമനൻറ്റ് ഓർ ടെമ്പററി അഡ്മിഷൻ എങ്ങനെയാണ് നടക്കുക. ഫസ്റ്റ് ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും എന്ത് ചെയ്യണം, പെർമനൻ്റായിട്ട് സ്ഥിര നിയമനമായിരിക്കും, സ്ഥിര ജോയിൻ ആയിരിക്കും. നിങ്ങൾക്ക് പിന്നെ ട്രാൻസ്ഫറിൻ്റെ സമയത്തോ സ്പോട്ട് അഡ്മിഷൻ്റെ സമയത്തോ മാത്രമേ മാറ്റാൻ അവസരം ഉണ്ടായിരിക്കുകയുള്ളൂ എന്ന് വിദ്യാർത്ഥികൾ ഓർത്തിരിക്കുക. ഇനിയിപ്പോൾ ടെമ്പററി രണ്ടാമത്തെ ഓപ്ഷനോ അതിന് താഴേക്കോ അലോട്ട്മെൻറ്റായി ലഭിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികൾക്കും ആവശ്യമെങ്കിൽ നിങ്ങൾക്ക് പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കാം. അങ്ങനെ പെർമനൻറ്റ് അഡ്മിഷൻ എടുക്കുകയാണെങ്കിൽ ഉയർന്ന ഓപ്ഷൻസ് നിങ്ങൾ റദ്ദാക്കേണ്ടി വരും, അതായത് ഹയർ ഓപ്ഷൻസ് ഡീആക്ടിവേറ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഇനി നിങ്ങൾക്ക് രണ്ടാമത്തെ ഓപ്ഷൻ അതിന് താഴേക്കോ ലഭിക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് ടെമ്പററി എടുത്തിട്ട് ഉയർന്ന ഓപ്ഷന് വേണ്ടി തേർഡ് അലോട്ട്മെൻറ്റിന് വേണ്ടി വെയിറ്റ് ചെയ്യാനും സാധിക്കും. അത് നിങ്ങളുടെ ഇഷ്ടമാണ്. പക്ഷേ ഒന്നാമത്തെ ഓപ്ഷൻ അലോട്ട്മെൻറ്റായി ലഭിക്കുന്ന മുഴുവൻ വിദ്യാർത്ഥികളും പെർമനൻ്റ് ആയിട്ട് തന്നെ ജോയിൻ ചെയ്യേണ്ടി വരും, ഫീസ് സെറ്റിൽമെൻറ്റ് ചെയ്ത് ജോയിൻ ചെയ്യേണ്ടി വരും.
നിങ്ങൾക്ക് പിന്നെ അവസരം കഴിഞ്ഞൊന്നുമല്ല, നിങ്ങൾക്ക് ട്രാൻസ്ഫർ അലോട്ട്മെൻറ്റ് സ്പോട്ട് അഡ്മിഷനൊക്കെ ഉണ്ട് കേട്ടോ. അതുകൊണ്ട് നിങ്ങൾ പേടിക്കുകയൊന്നും വേണ്ട കേട്ടോ. സ്പോട്ട് അഡ്മിഷൻ്റെ ഒക്കെ സമയത്ത് നിങ്ങൾക്ക് കൊടുക്കാം. അപ്പോൾ റിസൾട്ട് എന്ത് ചെയ്യും, മറ്റന്നാൾ പ്രസിദ്ധീകരിക്കും എന്നാണ് അഡ്മിഷൻ ഷെഡ്യൂൾ പറഞ്ഞത്. ചിലപ്പോൾ നിങ്ങൾക്ക് നാളെ വൈകുന്നേരത്തോടെ തന്നെ പ്രതീക്ഷിക്കാം. ഇനി സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ ആദ്യമായിട്ട് അഡ്മിഷൻ ലഭിക്കുന്ന വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ അഡ്മിഷന് ഹാജരാകുന്നതിന് മുമ്പ് തന്നെ എന്ത് ചെയ്യണം, മാൻഡറ്ററി ഫീ നിങ്ങൾ അടയ്ക്കേണ്ടത് നിർബന്ധമാണ്. അതായത് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ ലഭിച്ച വിദ്യാർത്ഥിയാണെങ്കിൽ ആ വിദ്യാർത്ഥി അന്നേരം മാൻഡറ്ററി ഫീ അടച്ചിട്ടുണ്ടാവും. അപ്പോൾ നിങ്ങളത് അടയ്ക്കേണ്ട ആവശ്യം ഉണ്ടാവില്ല. പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ നിങ്ങൾക്ക് എവിടെയും ഒരു അലോട്ട്മെൻറ്റ് ലഭിച്ചില്ല, സെക്കൻഡ് അലോട്ട്മെൻറ്റിൽ പുതിയതായി അലോട്ട്മെൻറ്റ് ലഭിക്കുന്ന വിദ്യാർത്ഥികൾ മാൻഡറ്ററി ഫീ അടയ്ക്കേണ്ടത് നിർബന്ധമാണ്. കാരണം അത് അടച്ചിട്ട് വേണം നിങ്ങൾ അഡ്മിഷന് ഹാജരാക്കാൻ. പക്ഷേ ഫസ്റ്റ് അലോട്ട്മെൻറ്റിൽ സീറ്റ് ലഭിച്ച ഒരു വിദ്യാർത്ഥിയാണെങ്കിൽ നിങ്ങൾ ഡയറക്റ്റ് കോളേജിലേക്ക് ജോയിൻ ചെയ്യാൻ പോയാൽ മതിയാവും. അത് അലോട്ട്മെൻറ്റ് മെമ്മോയിൽ കൃത്യമായ ഡേറ്റ് ഉണ്ടാവും. അലോട്ട്മെൻറ്റ് മെമ്മോ എന്താണെന്ന് ഓൾറെഡി ഞാൻ വീഡിയോ ചെയ്തിട്ടുണ്ട്. റിസൾട്ട് പ്രസിദ്ധീകരിച്ചാൽ ആദ്യം നിങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടും കൂടെ ഒരു പ്രീമിയർ വീഡിയോ ഓൾറെഡി നമ്മുടെ ചാനൽ അപ്ലോഡഡ് ആണ്. കാത്തിരിക്കാൻ ഏറ്റവും പുതിയ അറിയിപ്പോൾ കൊണ്ട് പുതിയ വീഡിയോ കാണാം. അതുവരേക്കും ബൈ. മൈ നെയിം ഇസ് കറിയ, ദ ഫൗണ്ടർ ഓഫ് സ്കറിയ ഫോട്ടോ, ദ കരിയർ ഗൈഡ്. ടൈം ഫോർ വാച്ചിങ്. ബൈ.